നമ്മൾ സാധാരണയായിട്ട് എന്തിനാണ് ഒരു കോട്ട നിർമ്മിക്കുന്നത്? പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ ചെറുക്കാനാണല്ലോ. എന്നാൽ ചെക്ക് റിപ്പബ്ലിക്കിലെ ഹൂസ്ക കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടി ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് നമുക്ക് ആർക്കും തിരിച്ചറിയാനേ സാധിക്കും. ആ കോട്ടയ്ക്കകത്ത് വളരെ വലിയൊരു കുഴിയുണ്ട്. അതിൻ്റെ പിന്നിൽ വിശ്വസിക്കാനാവാത്ത ഒരു നിഗൂഢ കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഈ കോട്ടയൊക്കെ കെട്ടുന്നതിന് മുമ്പ്, ഈ കുഴിയിൽ നിന്ന് അരൂപികളായിട്ടുള്ള ചില ജീവികൾ പുറത്തു വരുന്നുണ്ടായിരുന്നത്രേ. അത് അവിടുത്തെ ഗ്രാമവാസികൾ പലരും കണ്ടിരുന്നു. അന്നത്തെ അവിടെ ജീവിച്ചിരുന്ന മനുഷ്യർ വിശ്വസിച്ചിരുന്നത് അത് മറ്റൊരു ലോകത്തേക്കുള്ള വാതിലാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ അന്നത്തെ ഭരണാധികാരിയോട് ഈ കാര്യം പറയുക. ബൊഹീമിയൻ ഭരണാധികാരിയായിരുന്ന ഒറ്റോക്കർ രണ്ടാമൻ ഇതറിഞ്ഞ് അവിടെ എത്തി. ആ കുഴിയിൽ എന്താണെന്ന് ഇറങ്ങി നോക്കാനായിട്ട് അവർ ശ്രമിച്ചു. പക്ഷേ ആരും അതിന് തയ്യാറായില്ല. കുറച്ച് സമ്പത്ത് വാഗ്ദാനം ചെയ്തപ്പോൾ ഒരു യുവാവ് അതിന് തയ്യാറായി വന്നു. വലിയ കയറിൽ അയാളെ കെട്ടി ആ കുഴിയിലേക്ക് ഇറങ്ങി. പെട്ടെന്ന് ആ കുഴിയിൽ നിന്ന് വളരെ ഉയർന്ന ഒരു നിലവിളിയാണ് അവർ കേട്ടത്. അവർ ആ കയർ വളരെ വേഗത്തിൽ വലിച്ചു. അപ്പോൾ കണ്ട കാഴ്ച അവർക്ക് വിശ്വസിക്കാനേ കഴിയുമായിരുന്നില്ല. ആ യുവാവ് ഒരു വയസ്സനായിട്ട് മാറിയിരുന്നു. അതോടുകൂടി അവർക്കൊരു കാര്യം മനസ്സിലായി. ആ കുഴിയിൽ എന്തോ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന്. അല്ലെങ്കിൽ ആ കുഴി മറ്റേതോ സ്ഥലത്തേക്കുള്ള വാതിലാണ്. അതുകൊണ്ട് തന്നെ അതിനു ചുറ്റും ഒരു കോട്ട കെട്ടി എന്നേക്കുമായി ഈ കുഴിയെ പ്രതിരോധിക്കാനായിട്ട് അവർ ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഹൂസ്ക കോട്ട കെട്ടുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിലുള്ള നാസി പട ഈ കോട്ട ആക്രമിച്ചതായി ചരിത്രരേഖയിലുണ്ട്. അവിടെ എന്തോ നിഗൂഢ ശക്തികളുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ അതിനെ കീഴ്പ്പെടുത്തി അതിൽ നിന്നും പുതിയ എന്തോ സാങ്കേതിക വിദ്യ നിർമ്മിക്കാനായിട്ട് തുടങ്ങിയത്രേ. പക്ഷേ അവർ പോലും ഈ കോട്ടയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ് പിന്തിരിഞ്ഞോടിയത്രേ.